വെൽക്കം, തഹിമാനാണ്. ഈ വീഡിയോയിൽ നമ്മൾ ലിമിറ്റ് ടെസ്റ്റ് ഫോർ ആഴ്സനിക്കിന്റെ ലിമിറ്റ് ടെസ്റ്റ് ആണ് നമ്മൾ പറയാം. തന്നിരിക്കുന്ന സാമ്പിളിൽ ആഴ്സനിക്കിന്റെ എമൗണ്ട് പറയുന്ന ലിമിറ്റിൽ താഴെയാണോ അല്ലെങ്കിൽ കൂടുതലാണോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. നമുക്കറിയാം ആഴ്സനിക് വളരെ കുറവേ പാടുള്ളൂ. ഇൻ പാർട്സ് പെർ ബില്യനോ, പാർട്സ് പെർ ബില്യൺ ഓർ പാർട്സ് പെർ മില്യൺ, ഇതിലൊക്കെയാണ് പറയാം. അല്ലാതെ മറ്റെല്ലാം പറഞ്ഞ പോലെ അല്ല നമ്മൾ ആഴ്സനിക് പറയാം. സോ ആഴ്സനിക് ഒട്ടും പാടില്ല. സോ ഈ ടെസ്റ്റിന്റെ ബേസിസ് എന്ന് പറയുന്നത് ഒരു കളർ കമ്പാരിസൺ ആണ്. കളർ കമ്പാരിസൺ. ഓക്കെ, നമ്മൾ ക്ലോറൈഡും സൾഫേറ്റ് ഒക്കെ ടർബിഡിറ്റി ആണ് കണ്ടത്. അയേണിൽ നമ്മൾ കളർ കമ്പാരിസൺ, അയേണിൽ കളർ കമ്പാരിസൺ കണ്ടത് ലിക്വിഡിന്റെ കളർ കമ്പാരിസൺ ആണ്. പക്ഷെ ഇതൊരു ലിക്വിഡിലല്ല നമ്മൾ കളർ കമ്പയർ ചെയ്യുന്നത്. നമ്മൾ ഒരു സോളിഡ് സ്റ്റേറ്റിലിരിക്കുന്ന ഒരു സാധനത്തിന്റെ കളർ ആയിരിക്കും നമ്മൾ കമ്പയർ ചെയ്യുക. ഇവിടെ ആഴ്സനിക് നമ്മൾ നേരിട്ട് എസ്റ്റിമേറ്റ് ചെയ്യല്ല. നമ്മൾ ആഴ്സനിക്കിനെ നമ്മൾ ഒരു ഗ്യാസ് ആക്കി മാറ്റുകയാണ്. ആ ഗ്യാസിന്റെ പേര് ആഴ്സീൻ എന്നാണ്. ആർസീൻ ഗ്യാസ്, ആർസീൻ ഗ്യാസ് ആക്കുന്നു. ASH3. സോ ആഴ്സീൻ നമുക്ക് എങ്ങനെ എഴുതാം? ഇത് ആഴ്സനിക് ആണെങ്കിൽ HH 3H, ഇതാണ് ആഴ്സീൻ ഗ്യാസ്. സോ ഈ ആഴ്സീൻ ഗ്യാസ് നമ്മൾ മെർക്കുറി ക്ലോറൈഡ് HgCl2 ആണ്. മെർക്കുറി ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. റിയാക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു യെല്ലോ കളർ സബ്സ്റ്റൻസ് കിട്ടും. യെല്ലോ കളർ കിട്ടും. കാരണം മെർക്കുറിക് ആഴ്സനേറ്റ് ഉണ്ടാവും. ഇത് മെർക്കുറിയാണ്. ആഴ്സനേറ്റ് ASH2 രണ്ടെണ്ണം ഇവിടെ പിടിക്കുന്നു. ASH2 ഇവിടെ പിടിക്കുന്നു. പ്ലസ് 2HCl. സോ ഇതിന്റെ ദിസ് മെർക്കുറിക് ആഴ്സനേറ്റ്, ഓർ അതിന് വേറെ പേര് കൂടിയുണ്ട്, ഡൈ ആർസിനോ മെർക്കുറി എന്ന് നമുക്ക് പറയാം. രണ്ട് ആഴ്സീൻ ചേർന്ന മെർക്കുറി. സോ ഇതിന്റെ കളറാണ് മഞ്ഞ എന്ന് പറയുന്നത്. സോ യെല്ലോ കളർ ഈസ് ബിക്കോസ് ഓഫ് ദിസ് മെർക്കുറിക് ആഴ്സനേറ്റിന്റെ കളറാണ്. ഈ കളർ നമ്മളൊരു സ്റ്റാൻഡേർഡ് കളർ ഉണ്ടാക്കുന്നു, സ്റ്റാൻഡേർഡ് കളർ ഓഫ് ആഴ്സനിക് ഉണ്ടാക്കുന്നു, പ്ലസ് നമ്മുടെ ടെസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ഏതിനാണ് കൂടുതൽ? സ്റ്റാൻഡേർഡിനാണ് കൂടുതലെങ്കിൽ ഇത് തോറ്റു, ടെസ്റ്റ് ജയിച്ചു. ദാറ്റ് മീൻസ് ലിമിറ്റ് വിത്തിൻ ദ ലിമിറ്റ് ആണ്. ഇതിനാണ് കളർ കൂടുതലെങ്കിലോ ആഴ്സനിക് ഈസ് മോർ, ആഴ്സനിക് അതിനകത്ത് വളരെയധികം കൂടുതലുണ്ട് എന്നാണ് നമ്മൾ അർത്ഥമാക്കുക. ഈ ആഴ്സനിക് ലിമിറ്റ് ടെസ്റ്റിന്റെ പേര് ഗട്ട്സി ടെസ്റ്റ് എന്നാണ്. GUTZEIT, ഗട്ട്സി ടെസ്റ്റ് എന്നാണ് നമ്മൾ പറയാം. ആൻഡ് ഇത് ചെയ്യുന്നതിന്റെ അപ്പാരറ്റസിന്റെ പേര് ഗട്ട്സീറ്റ് അപ്പാരറ്റസ് എന്നാണ്. ഗട്ട്സീറ്റ് ടെസ്റ്റ് ചെയ്യുന്ന ഗട്ട്സീറ്റ് അപ്പാരറ്റസ്. സോ ഇതിന് നമ്മുടെ കയ്യിൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു ഗട്ട്സീറ്റ് അപ്പാരറ്റസ് വേണം. സോ അതിന് ആദ്യമായിട്ട് ഒരു 120 ml 120 ml കപ്പാസിറ്റി ഉള്ള ഒരു സംഭവം നമ്മുടെ കയ്യിലുണ്ട്. ഒരു ബോട്ടിൽ നമ്മുടെ കയ്യിലുണ്ട്. അതിന്റെ മൗത്ത് ഇത്തിരി വൈഡ് മൗത്ത് ബോട്ടിലാണ്. ഓക്കെ, ഒരു 2.5 സെന്റിമീറ്റർ ഒക്കെ ഉള്ള വണ്ണമുള്ള ഒരു ബോട്ടിലാണ്. സോ ഇതിനകത്താണ് നമ്മൾ ടെസ്റ്റ് റിയാക്ഷൻ നടത്തുക. ഇതിനകത്ത് റിയാക്ഷൻ നടത്തി നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞത്, ആഴ്സനിക്കിനെ നമ്മൾ ആഴ്സീൻ ASH3 എന്ന് പറയുന്ന ആഴ്സീൻ ഗ്യാസ് ആക്കി നമ്മൾ മാറ്റുക. ആഴ്സീൻ ഗ്യാസ് ആക്കി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? ഗ്യാസ് പുറത്തേക്ക് പോകണം. അപ്പോൾ ഇതിനൊരു ട്യൂബ് വേണം. ഇങ്ങനെ ഒരു ട്യൂബ് ഉണ്ട്. ഒരു 200 മില്ലിമീറ്റർ നീളമുള്ള ഒരു ട്യൂബ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, 200 മില്ലിമീറ്റർ ലൈൻ ഗ്ലാസ് ട്യൂബ് ആണ്. ആൻഡ് ഇതിന്റെ ഔട്ടർ ഡയമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 8 മില്ലിമീറ്റർ ആണ്. ഇതിന്റെ അകത്ത് ഉൾവട്ടം എന്ന് പറയുന്നത് 6.5 മില്ലിമീറ്റർ ആണ്. ആൻഡ് ഈ വശവും ഓപ്പൺ ആണ്. ആൻഡ് ഇവിടെ ഒരു 2 മില്ലിമീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു ഹോൾ ഉണ്ട്. ഈ താഴത്ത് ഇവിടെ ഹോളാണ്. ഇത് ഓപ്പൺ ആണെന്ന് പറഞ്ഞു, ഇത് ഓപ്പൺ ആണെന്ന് പറഞ്ഞു. ഇവിടെ ചെറിയ ഓപ്പണിംഗ് 1.2 ഒക്കെയാണ്. പക്ഷെ ഇവിടെ ഒരു 2 മില്ലിമീറ്റർ ഉള്ള ഒരു ഹോൾ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇൻ കേസ് എങ്ങാനും വാട്ടർ ഉണ്ടായി അല്ലെങ്കിൽ കണ്ടൻസ് ചെയ്തിട്ട് വാട്ടർ കിടക്കുകയാണെങ്കിൽ ഗ്യാസ് ഇങ്ങ് പോകാൻ പറ്റും. സോ അതിനു വേണ്ടിയാണ് മുകളിലായിട്ട് ഒരു തുള കൂടി കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു കോർക്ക് കൂടി ഉണ്ട് കേട്ടോ. കോർക്കിന്റെ അകത്ത് കൂടിയാണ് ഇത് കിടക്കുക. ഓക്കെ, ഇനി ഈ ഗ്ലാസ് ട്യൂബിന്റെ മുകളിൽ ഇവിടെ നമ്മളൊരു കോട്ടൺ വൂൾ അല്ലെങ്കിൽ കോട്ടൺ പ്ലഗ് വെച്ചിട്ട്, കോട്ടൺ പ്ലഗ് വെറുതെ ഒരു കോട്ടൺ പ്ലഗ് അല്ല, അതിനകത്ത് ലെഡ് അസറ്റേറ്റിൽ നേരത്തെ മുക്കിയെടുത്ത ഒരു കോട്ടൺ പ്ലഗ് ആണ്. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആഴ്സീനാണ് നമുക്ക് വരേണ്ടത്. പക്ഷെ ചിലപ്പോഴെങ്കിലും ഹൈഡ്രജൻ സൾഫൈഡ് പോലെയുള്ള ഗ്യാസുകൾ കൂടി ഉണ്ടാകാം റിയാക്ഷൻ നടന്നു കഴിയുമ്പോഴത്തേക്കും. സോ ഈ ഹൈഡ്രജൻ സൾഫൈഡ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇനി നടക്കേണ്ട റിയാക്ഷനിൽ ഇടപെടാൻ പാടില്ല. അപ്പോൾ ഹൈഡ്രജൻ സൾഫൈഡിനെ ഇവിടെ വെച്ച് പിടിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ലെഡ് അസറ്റേറ്റ്, ഹൈഡ്രജൻ സൾഫൈഡിനെ മാസ്ക് ചെയ്യുക. അതാണ് ലെഡ് അസറ്റേറ്റിന്റെ പണി. ലെഡ് അസറ്റേറ്റ് അപ്പോൾ ഇവിടെ നമുക്ക് ഒരു യെല്ലോ കളർ പറഞ്ഞു, ആ കളറൊന്നും ഉണ്ടാക്കില്ല. ഇനി ഇവിടെ ഏറ്റവും മുകളിൽ ഒരു റബ്ബർ ബങ്സ് ഉണ്ട്. ഇവിടെ ഇങ്ങനെ റബ്ബർ ബങ്സ്, ഇവിടെ റബ്ബർ ബങ്സ്. ഓക്കെ, ഇതിങ്ങനെ ഒരു സംഭവം ഇട്ടിട്ട് പിടിപ്പിച്ചു വെച്ചു. ആൻഡ് ഇതിനിടയിൽ ഇവിടെ നമ്മളെ പ്രധാനപ്പെട്ട സംഭവം ഇതാണ് നമ്മൾ വെച്ചിട്ടുള്ള മെർക്കുറി ക്ലോറൈഡ് HgCl2 പേപ്പർ ആണ്. മെർക്കുറി ക്ലോറൈഡ് ഡ്രൈ ആയിട്ടുള്ള മെർക്കുറി ക്ലോറൈഡ് വെച്ചിട്ടുള്ള ഒരു പേപ്പർ ആണത്. സോ ഈ പേപ്പറിലാണ് നമ്മുടെ ആഴ്സീൻ ഗ്യാസ് ഇങ്ങനെ
വന്ന് ഇവിടെ ഇത് കൂടി പോയി ഈ പേപ്പറിൽ പോയി ഈ പേപ്പറിന്റെ ആ നടുവിൽ പേപ്പർ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ആ ഗ്യാസ് ഇങ്ങനെ കടന്നു പോകുന്ന ആ ഭാഗത്ത് മെർക്കുറി ക്ലോറൈഡ് ഉണ്ടെങ്കിൽ അതുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അവിടെ ഒരു യെല്ലോ കളർ ഉണ്ടാകും. സോ ഇതേപോലെ നമ്മൾ ഇതിപ്പോ സ്റ്റാൻഡേർഡ് ആണെന്ന് വിചാരിക്കുകയാണെങ്കിൽ നമ്മൾ ഇതേപോലെ മറ്റൊരു സെപ്പറേറ്റ് ഗഡ്സീറ്റ് അപ്പാരറ്റസിൽ നമ്മൾ ടെസ്റ്റും ചെയ്യുന്നുണ്ടാകും. ടെസ്റ്റിനും ഇങ്ങനെ ഇതേപോലെ ഒരു കളർ ഉണ്ടാകും. സോ ടെസ്റ്റിന്റെ കളർ കുറവാണെങ്കിൽ ഇതിനിവിടെ കളർ കുറവാണെങ്കിൽ ഇത് പാസ്സായി, ടെസ്റ്റ് പാസ്സായി. സോ വരുന്ന ആൾസീൻ ഗ്യാസ് ആണ് ഇവിടെ HgCl2 ആയിട്ട് റിയാക്ട് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് പ്രൊസീജിയർ പറയാം. നമ്മൾ ആ ആൾസീൻ ഗ്യാസ് ഉണ്ടാക്കണം, അതിനാണ് നമുക്ക് കാര്യങ്ങൾ വേണ്ടത്. സോ ഇത് ടെസ്റ്റ് ആ ബോട്ടിലാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് ആ ബോട്ടിൽ. ഓക്കെ, ഇനി വേണമെങ്കിൽ ബോട്ടിൽ ഗ്യാസും വേണമെങ്കിൽ വരച്ചേക്കാം. ഓക്കെ, ഇനി അവിടെ വെച്ച് സംശയം വേണ്ട. ഓക്കെ, സോ ഇത് ഇങ്ങനെ എനിക്കിതൊന്നും വരയ്ക്കാൻ വലിയ പിടുത്തമില്ല, ഇതിൽ വരയ്ക്കാനും ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇവിടെ ഒരു ഉണ്ടെന്ന് പറഞ്ഞു. സോ നമുക്ക് ആഴ്സീൻ കിട്ടും. സോ നമുക്ക് ആദ്യം ചെയ്യാവുന്നത് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്തിട്ട് വേണം ആഴ്സീൻ ഉണ്ടാക്കാൻ. സോ സ്റ്റാൻഡേർഡ്, സോ സപ്പോസ് ദിസ് ഇസ് സ്റ്റാൻഡേർഡ് ആൻഡ് ദിസ് ഇസ് ടെസ്റ്റ്. നമുക്ക് ആദ്യം ഒരു 15 ml 15 ml ഡിസ്റ്റിൽ വാട്ടർ ഇതിനകത്ത് ഒഴിക്കാം. ചില പ്രൊസീജിയറിലൊന്നും കാണുന്നില്ല. ഓക്കെ, വേണമെങ്കിൽ ഒഴിക്കാം, വേണമെങ്കിൽ രണ്ടിലും ഒഴിക്കാതെയും ഇരിക്കാം. പല പ്രൊസീജിയറിൽ ഇത് കാണുന്നില്ല, പല കോളേജിലും പക്ഷേ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിൽ 1 ml, ഇനി 1 ml എന്തൊഴിക്കണം. സോ ഇത് സ്റ്റാൻഡേർഡ് ആണ്. സ്റ്റാൻഡേർഡ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഡയല്യൂട്ട് ആഴ്സനിക് സൊല്യൂഷൻ ഒഴിക്കും. ഇതിനകത്ത് അത് ഒഴിക്കാൻ പാടില്ല, ഇതിനകത്ത് ടെസ്റ്റ് ആണ്. സോ ടെസ്റ്റ് ചെയ്യേണ്ട ഏത് കോമ്പൗണ്ട് ആണ്. അപ്പൊ നമ്മൾ പറയാ സാധാരണ സ്പെസിഫിക് എമൗണ്ട് ഓഫ് ടെസ്റ്റ്. സോ ഉദാഹരണ അമോണിയം ക്ലോറൈഡ് ആണ് നമ്മൾ ചെയ്യുന്നത്. 2.5 grams 25 അല്ല 2.5 grams അമോണിയം ക്ലോറൈഡ്. ബട്ട് അതാണ് ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ എന്താണോ ടെസ്റ്റ് ചെയ്യേണ്ടത് അത് ഇതിനകത്തേക്ക് ഇടുക. ഇനി ഇതിനകത്ത് എല്ലാത്തിലും ഒരേ സാധനങ്ങൾ തന്നെയാണ് ഇടുക. ഇതിനകത്ത് ഇടാവുന്നത് 10 ml 10 ml സ്റ്റാനേറ്റഡ് HCl നമുക്ക് ആഡ് ചെയ്യാം. ഇതിനകത്തും സെയിം സ്റ്റാനേറ്റഡ് HCl ആഡ് ചെയ്യുക. ദെൻ ചിലതിനകത്ത് BP-യിലൊക്കെ പ്രൊസീജിയറിലാണെങ്കിൽ സ്റ്റാനേറ്റഡ് സൾഫ്യൂറിക് ആസിഡും പറയാറുണ്ട്. ഓക്കെ, അതും വേണമെങ്കിൽ ആഡ് ചെയ്യാം. പലതിലും പല പ്രൊസീജിയറാണ്, ഞാൻ പറയുന്ന ഒരു പ്രൊസീജിയറാണ്. ദെൻ ഇനി ഇതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ടത് 1 gram പൊട്ടാസ്യം അയോഡൈഡ്. ഇതിനകത്തേക്കും 1 gram പൊട്ടാസ്യം ആഡ്. ഇനി പൊട്ടാസ്യം ആഡൈഡ് സൊല്യൂഷൻ ആയിട്ട് വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ. സൊല്യൂഷൻ ആകുമ്പോൾ 5 ml സൊല്യൂഷൻ ഓഫ് ഇത്ര മോളാർ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും. അപ്പൊ അതിന് ഈക്വലന്റ് ആണ് ഞാൻ ഈ പറഞ്ഞത്. പൊട്ടാസ്യം അയോഡൈഡ് നമ്മൾ ആഡ് ചെയ്തു. ദെൻ ഇതിനകത്തേക്ക് ഇതിനകത്തും പൊട്ടാസ്യം അയോഡൈഡ് ആഡ് ചെയ്തു. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് 10 gram സിങ്ക് ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. സിങ്ക് നമ്മൾ ഗ്രാനുലേറ്റഡ് പൊടിച്ച് തരിയാക്കിയിട്ടുള്ള ഗ്രാനുലേറ്റഡ് സിങ്ക് ആണ് നമ്മൾ ആഡ് ചെയ്യുക. സോ അതാണ് കുറച്ചും കൂടി ഗുണം. സിങ്ക് വെറുതെ ആഡ് ചെയ്തതിനേക്കാൾ നല്ലത് ഗ്രാനുലേറ്റഡ് സിങ്ക് ആണെങ്കിൽ കുറച്ചും കൂടി ഗുണമുണ്ട്. സോ ഈ ആഡ് ചെയ്തതെല്ലാം എന്തൊക്കെയാണ് നമ്മൾ ആഡ് ചെയ്തത്? സ്റ്റാനസ് ക്ലോറൈഡ് നമ്മൾ ആഡ് ചെയ്തു. ദാറ്റ് മീൻസ് സ്റ്റാനേറ്റഡ് HCl ആണ് സ്റ്റാനസ് ക്ലോറൈഡ്. ദെൻ അതിനകത്ത് നമ്മൾ സിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട്, പൊട്ടാസ്യം അയോഡൈഡ്. ഇതെല്ലാം ദീസ് ഓൾ ആർ റെഡ്യൂസിങ് ഏജൻസ് ആണ് എന്ന് മനസ്സിലാക്കുക. റെഡ്യൂസിങ് ഏജൻസ് ആണ് നമ്മൾ ഈ ആഡ് ചെയ്തിരിക്കുന്നത് എല്ലാം. ഇനി എന്തിനാണ് സ്റ്റാനേറ്റഡ് HCl SnCl2 എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെഡ്യൂസിങ് ഏജന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ആഴ്സനിക്, ഈ ആഴ്സനിക്കിന് 2 ഫോമിൽ ഇരിക്കാൻ പറ്റും. ആഴ്സനിക്കിന്റെ വാലൻസി അനുസരിച്ച് ആഴ്സനിക് ക്യാൻ ബി ട്രൈവാലന്റ് ഓർ ആഴ്സനിക് ക്യാൻ ബി പെന്റാവാലന്റ്. ഈ 2 സ്റ്റേറ്റിൽ ഇരിക്കാൻ പറ്റും. സോ ആഴ്സനിക് ട്രൈവാലന്റ് ആണെങ്കിൽ ഉണ്ടാവുക ആഴ്സീനിയസ് ആസിഡ്. ഈ റിയാക്ഷൻ കഴിയുമ്പോൾ ആദ്യം ഉണ്ടാവുക ആഴ്സീനിയസ് ആസിഡ് ആണ്. ഓക്കെ, ഇത് നമുക്ക് ഓക്കെ ആണ്. ആഴ്സീനിയസ് ആസിഡിന്റെ സ്ട്രക്ചർ ആഴ്സനിക് ഇങ്ങനെ വരയ്ക്കുക, OH 3 OH. ഓക്കെ, ദിസ് ഈസ് ഓക്കെ. കാരണം ഇതിനെ നമുക്ക് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആഴ്സീൻ ഗ്യാസ് നമുക്ക് കറക്റ്റ് ആയിട്ട്. പക്ഷെ ഇഫ് ഇറ്റ് ഈസ് ഇൻ ദിസ് സ്റ്റേറ്റ്, ഈ സ്റ്റേജിലാണെങ്കിൽ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് ആഴ്സനിക് ആസിഡ് ആണ് നമുക്ക് കിട്ടുക. ആഴ്സനിക് ആസിഡിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ്. OH ഇവിടെ ഉണ്ട്, ഇവിടെയും OH ഉണ്ട്, ഇവിടം വരെ കൃത്യമാണ്. ഓക്കെ, പക്ഷെ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് O കൂടിയുണ്ട്. സോ ഇതാണ് ആഴ്സനിക് ആസിഡ്. സോ ഈ ആഴ്സനിക് ആസിഡ് കിട്ടിയിട്ട് കാര്യമില്ല. നമുക്ക് ഈ ആഴ്സനിക് ആസിഡിനെ നമുക്ക് ആഴ്സീനിയസ് ആസിഡ് ആക്കി മാറ്റണം. ആദ്യം ആഴ്സീനിയസ് ആസിഡ് ആക്കി മാറ്റണം, അതിനുശേഷം നമുക്ക് ആഴ്സീനാക്കി മാറ്റാം. സോ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റാനസ് ക്ലോറൈഡും സിങ്കും ആഡിനും പൊട്ടാസ്യം ആഡിനും ഒക്കെ നമ്മൾ ആഡ് ചെയ്യുന്ന ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. സോ ആഡ് ചെയ്ത പൊട്ടാസ്യം അയോഡൈഡ്, ഈ പൊട്ടാസ്യം അയോഡൈഡ് ഒരു റിയാക്ഷൻ നടന്നിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഹൈഡ്രോ അയോഡിക് ആസിഡ് ഒക്കെ ആയിട്ട് മാറുന്നു. അവസാനം നമുക്ക് കിട്ടേണ്ടത് നെയ്സന്റ് H+ നമുക്ക് കിട്ടണം.
കേട്ടോ. സോ ഇനി നമുക്ക് എന്താ വേണ്ടത്? ആഴ്സനിക് ആസിഡിനെ നമുക്ക് ആഴ്സീനിയസ് ആസിഡ് ആക്കി മാറ്റണം. അതും ഈ സ്റ്റാനസ് ക്ലോറൈഡ് കുറയ്ക്കും. അതിനൊപ്പം തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന സിങ്ക് പ്ലസ് HCl ഇതും സഹായിക്കും. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ആഴ്സീനിയസ് ആസിഡ് ഉണ്ടായിട്ടുണ്ട്. സോ ഇതും നമ്മൾ ആഴ്സീനിയസ് ആസിഡ് ആക്കിയിട്ടുണ്ട്. അതിന് നമുക്ക് ആഴ്സീൻ ആക്കി. ആഴ്സീനിയസ് ആസിഡിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ്. ഞാനിവിടെ ഒന്നും കൂടി എഴുതാം. ASOH. ഇതാണ് നമുക്കുള്ളത്. ഇതിന് നമുക്ക് എന്താണ് ആക്കേണ്ടത്? ആഴ്സീൻ ഗ്യാസ് ആണ് ആക്കേണ്ടത്. ASHH+H. ഓക്കെ, ഇതാണ് ആക്കേണ്ടത്. സോ ഇതാക്കാനായിട്ട് നമുക്ക് 6 H ആവശ്യമാണ്. 6 ഹൈഡ്രജൻ നമുക്ക് ആവശ്യമുണ്ട്. ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സിങ്ക്, പൊട്ടാസ്യം അയഡൈഡ് ഇതെല്ലാം അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ സിങ്ക് ഇപ്പൊ എന്ത് ചെയ്യുന്നു വെച്ചാൽ സിങ്ക് പ്ലസ് HCl സിങ്ക് ക്ലോറൈഡ് പ്ലസ് 2 അല്ലെങ്കിൽ H2 2H ഉണ്ടാവുന്നു. 2H നമുക്ക്. സോ ഈ ഹൈഡ്രജനെ നമ്മൾ പറയാൻ നെയ്സെന്റ് ഹൈഡ്രജൻ. സോ ദീസ് ഓൾ തിങ്സ് ആർ ആഡഡ് ടു പ്രൊഡ്യൂസ് നെയ്സെന്റ് ഹൈഡ്രജൻ. സോ നെയ്സെന്റ് ഹൈഡ്രജൻ ഇതിനെ ഇങ്ങോട്ടേക്ക് ആക്കാനും സഹായിക്കുന്നുണ്ട്, ഇതിനെ ആഴ്സീനാക്കിയിട്ട് മാറ്റാനും സഹായിക്കുന്നുണ്ട്. സോ നമ്മൾ സിങ്ക് ഗ്രാനുലേറ്റഡ് ആയിട്ടാണ് ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സോ സിങ്ക് ഗ്രാനുലേറ്റഡ് ആക്കി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നെയ്സെന്റ് ഹൈഡ്രജൻ ഒരു സ്റ്റഡി ആയിട്ടും പ്രൊലോങ്ഡ് ആയിട്ടും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് സ്റ്റഡി ആൻഡ് പ്രൊലോങ്ഡ് നെയ്സെന്റ് ഹൈഡ്രജൻ കിട്ടും. സോ ഇത് ഈ റിയാക്ഷൻ മൊത്തം നടക്കാൻ ഒരു 40 മിനിറ്റ്സ് എങ്കിലും സമയം പിടിക്കും. 40 മിനിറ്റ്സ് നടക്കുന്നില്ല, സ്ലോ ഒക്കെ ആണെങ്കിൽ ഒരു 40 ഡിഗ്രിയിലേക്കൊന്ന് ചൂടാക്കുന്നതും വലിയ കുഴപ്പമില്ലാത്ത കാര്യമാണ്. വേണമെങ്കിൽ നമുക്കൊന്ന് ചൂടാക്കാം. സോ നമുക്ക് എന്ത് കിട്ടി? അവസാനം വി ഗോട്ട് ദിസ് ആഴ്സീൻ ഗ്യാസ്. ഇങ്ങനെ ഉണ്ടായി അതിനകത്ത് കൂടി പോകുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ ലെഡ് എസ്റ്റേറ്റ് പേപ്പറിൽ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കുഴപ്പമില്ല. അത് മുകളിലേക്ക് പോയിട്ട് ഇവിടെയുള്ള മെർക്കുറി ക്ലോറൈഡ് പേപ്പറിൽ പിടിക്കും. സോ മെർക്കുറി ക്ലോറൈഡ് HCl2ൽ പിടിക്കുന്നു. ഇവിടെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി എഴുതിയതാണ്. അത് ക്ലോറൈഡ് മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നു? മെർക്കുറി അവിടെ ASH2 and ASH2 ഇങ്ങനെ പിടിക്കുമ്പോഴാണ് ദിസ് പ്രൊഡ്യൂസസ് മെർക്കുറി കാൾസിനേറ്റ് ആണ് പ്രൊഡ്യൂസസ് യെല്ലോ കളർ. സോ ഇതാണ് നമ്മൾ കമ്പയർ ചെയ്യുന്ന കളർ. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ വി ഡു ലിമിറ്റ്. സോ ഇതിനിടയിൽ H2S ഹൈഡ്രജൻ സൾഫൈഡ് ആക്കുക വല്ലതും ഉണ്ടായി കഴിഞ്ഞാൽ അത് നമ്മൾ പിടിക്കാനായിട്ട് ലെഡ് അസിറ്റേറ്റും കൊടുക്കും. സോ ദിസ് ദ പ്രൊസീജിയർ പ്രിൻസിപ്പിൾ ഫോർ ഡൂയിങ് ആഴ്സനിക് ലിമിറ്റ് ടെസ്റ്റ്. Okay, so that's all in this video. Thank you for watching.